ആത്മവിശ്വാസം എന്താ ശരിക്കും ഈ വാക്കിന്റെ അർത്ഥം? വെറുതെ ധൈര്യം ഉണ്ടാവുന്നതാണോ? നമുക്ക് നോക്കാം. ഒരു കിടിലൻ കഥയിലൂടെ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പോവാണ് നമ്മളിന്ന്. അപ്പോ എല്ലാവർക്കും സ്വാഗതം. ഈയൊരു വിശകലനം നമ്മൾ എടുത്തിരിക്കുന്നത് വിജ്ഞാനശേഖരകനായ DR നായരുടെ രചനകളിൽ നിന്നാണ്. കഴിഞ്ഞ 20 വർഷമായി തീക്ക.com എന്ന ബ്ലോഗിലൂടെ അദ്ദേഹം അറിവുകൾ പങ്കുവെക്കുന്നുണ്ട്. വെറുതെ അല്ല, ഏകദേശം 6 ലക്ഷത്തിലധികം ആളുകളാണ് അദ്ദേഹത്തിന്റെ ബ്ലോഗ് വായിക്കുന്നത്. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. ഒരാള് ഒരു നേർത്ത കയറിന് മുകളിലേക്ക് കാലെടുത്തു വെക്കുന്നു. താഴെ അഗാധമായ ഗർത്തം. ഒരൊറ്റ പിഴവ്, ഒരൊറ്റ ശ്രദ്ധക്കുറവ് മതി എല്ലാം അവസാനിക്കാൻ. അതേ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിക് വാലന്റ എന്ന ലോക പ്രശസ്തനായ സാഹസികന്റെ കഥയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ അഭ്യാസമായിരുന്നില്ല. ശാരീരികമായും മാനസികമായും നേരിടേണ്ടി വന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അത്. എത്ര ഉയരത്തിലാണെന്നറിയോ? 200 അടി മുകളിൽ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. സാധാരണ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. അതിന്റെ എത്രയോ ഇരട്ടി ഉയരം. ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? അപ്പോ ഈ നടത്തം വെറും 200 അടി ഉയരത്തിലാണെന്ന് മാത്രമല്ല, താഴെ ആർത്തല ചൊഴുകുന്ന നയാഗ്ര വെള്ളച്ചാട്ടമാണ്. ആ വെള്ളം താഴേക്ക് പതിക്കുന്ന ശബ്ദവും അന്തരീക്ഷത്തിലെ ഈർപ്പവും എല്ലാം കൂടി ആ സാഹസത്തിന്റെ ഭീകരത കൂട്ടുകയുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ ലോകം ആ നിമിഷം വളരെ ചെറുതായിരുന്നു. മുന്നോട്ട് നീളുന്ന ആ നേർത്ത കയറ്, പിന്നെ ഇടയ്ക്കിടെ വീശുന്ന കാറ്റ്, കാതടപ്പിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം, പിന്നെ അദ്ദേഹം മാത്രം. ശ്രദ്ധ തെറ്റാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷേ ശ്രദ്ധിക്കാൻ ആ കയറ് മാത്രമേ മുന്നിലുള്ളൂ. അപ്പോ അദ്ദേഹം ഇതെങ്ങനെ ചെയ്തു എന്നതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്. എന്തിനദ്ദേഹം എങ്ങനെയൊന്നിനെ മുതിർന്നു? അതും ചില നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്. എന്തായിരിക്കും ആ തീരുമാനത്തിന് പിന്നിലെ രഹസ്യം? ഇനിയാണ് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യം. സാധാരണ ഇത്തരം അഭ്യാസങ്ങൾക്ക് ഒരു സുരക്ഷാവല നിർബന്ധമാണ്. പക്ഷേ വാലന്റ് ആ നിയമം വേണ്ടെന്ന് വെച്ചു. അതായത്, വീണാൽ രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല. അതിനെപ്പറ്റി ചോദിച്ചപ്പോ നിക്ക് വാലന്റർ പറഞ്ഞ ഒരു വാചകമുണ്ട്. നിങ്ങൾക്ക് വീഴാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഴാനുള്ള സാധ്യതയും കൂടും. എങ്ങനെയുണ്ട്? പരാജയപ്പെടുമോ എന്ന ചിന്ത തന്നെയാണ് പലപ്പോഴും നമ്മളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന വലിയൊരു സത്യമാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ പറഞ്ഞത്. ഇതൊരു അടിപൊളി ചിന്താരീതിയല്ലേ? നോക്കൂ, എപ്പോഴും സേഫായിട്ടിരിക്കുമ്പോൾ നമുക്കെല്ലാം നമ്മുടെ കൺട്രോളിലാണെന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ അതൊരു മിഥ്യാബോധം മാത്രമാണ്. എന്നാൽ ശരിക്കുള്ള വളർച്ച എവിടെയാ സംഭവിക്കുന്നത്? റിസ്ക് എടുക്കുമ്പോൾ, വെല്ലുവിളികളെ നേരിടുമ്പോഴാണ്. വാലന്റ തെരഞ്ഞെടുത്തത് ആ രണ്ടാമത്തെ വഴിയായിരുന്നു. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? ആത്മവിശ്വാസം, കോൺഫിഡൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ധരിച്ചുവച്ചിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? നമുക്കതൊന്ന് പുനർപരിശോധിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് യഥാർത്ഥ ആത്മവിശ്വാസം? നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ പേടിയില്ലാത്തൊരവസ്ഥയാണോ അത്? അതോ അതിന് നമ്മളറിയാത്ത മറ്റെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ? ഇവിടെയാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ആത്മവിശ്വാസം എന്നു പറഞ്ഞാൽ പേടിയില്ലാതാവുന്ന ഒരു സൂപ്പർ പവറൊന്നുമല്ല. മറിച്ച് പേടിയൊക്കെ ഉണ്ടാവും, നല്ലോണം ഉണ്ടാവും. പക്ഷേ ആ പേടി ഉണ്ടായിരിക്കെ തന്നെ മുന്നോട്ടു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉള്ളിലൊരു ശബ്ദമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ കോൺഫിഡൻസ്. അതായത് സംഭവം സിമ്പിളാണ്. ആത്മവിശ്വാസം വരുന്നത് നല്ല തയ്യാറെടുപ്പിൽ നിന്നാണ്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും. അത് പറയും, നീ നന്നായി തയ്യാറെടുത്തിട്ടുണ്ട്, റിസ്ക് എന്താണെന്നും നിനക്കറിയാം, ഇനി ഒട്ടും പേടിക്കാതെ മുന്നോട്ട് ചുവടുവെച്ചോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വാലന്റയുടെ കാര്യമൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഒരു പാഠം, ഈ നൂൽപാല തത്വം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റും? കാരണം ഇത് അദ്ദേഹത്തിന് മാത്രം കഥയല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ഒന്നുകൂടി ഓർക്കുക, വാലന്റയുടെ നൂൽപാലം നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകയായിരുന്നു. അത് ശരിക്കുമുള്ള, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വെല്ലുവിളിയായിരുന്നു. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് കണ്ട ഒന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ അങ്ങനത്തെ നൂൽപാലങ്ങളുണ്ട്. ആ കയറുകളെന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ ലക്ഷ്യങ്ങളാണ്, നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ്. നിങ്ങളുടെ കയറി ചിലപ്പോൾ ഒരു പുതിയ ജോലി നേടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം. ഓരോരുത്തർക്കും ഓരോന്നാണ്. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുത്തതായി കാലെടുത്തു വെക്കാൻ പോകുന്ന ആ നൂൽപാലം ഏതാണ്?
ഏത് സ്വപ്നത്തിനു വേണ്ടിയാണ് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത്? ഏത് വെല്ലുവിളിയാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്? നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ആശയങ്ങളെല്ലാം DR നായർ ടീഗ.com എഴുതിയ അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെ നൂൽപ്പാലം എന്ന ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പോയി വായിക്കാവുന്നതാണ്. അപ്പോ പോകുന്നതിനു മുൻപ് ഒരവസാന ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിലെ ആ നൂൽപ്പാലം മുറിച്ചുകടക്കാൻ നിങ്ങൾ തയ്യാറാണോ?